ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ 14 ജില്ലകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 1. തിരുവനന്തപുരം. കേരള സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരവും തെന്നിന്ത്യൻ നഗരവുമാണ് ഇത്. നിത്യഹരിത നഗരം എന്നൊരു വിളിപ്പേരും ഈ നഗരത്തിനുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ നഗരവും തിരുവനന്തപുരം നഗരമാണ്. രാഷ്ട്രീയ സ്ഥിര കേന്ദ്രം എന്നതിലുപരി ഉന്നത നിലവാരമുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും കേന്ദ്രം കൂടിയാണ് തിരുവനന്തപുരം. 2. കൊല്ലം. കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നാണ് കൊല്ലം അറിയപ്പെടുന്നത്. 19-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ രാജ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട വാണിജ്യ വ്യാവസായിക കേന്ദ്രമായ ഈ നഗരം പ്രശസ്തി നേടി. പ്രാചീന കാലം മുതലേ പ്രമുഖ തുറമുഖമായിരുന്നു കൊല്ലം. 3. പത്തനംതിട്ട. കേരളത്തിലെ തെക്കൻ ജില്ലകളിൽ ഒന്നാണ് പത്തനംതിട്ട. വയനാടിനും ഇടുക്കിക്കും ശേഷം കേരളത്തിലെ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ 3ാമത്തെ ജില്ലയാണിത്. രാജ്യത്തെ ആദ്യ പോളിയോ വിമുക്ത ജില്ലയും കേരളത്തിലെ ഏറ്റവും സാക്ഷരതയുള്ള ജില്ലയും ഈ നാടാണ്. 4. ആലപ്പുഴ. വിശാലമായ അറബിക്കടലിന്റെയും അതിലേക്കൊഴുന്ന നദീ ശൃംഖലയുടെയും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന നാഴികക്കല്ലാണ് ആലപ്പുഴ. പ്രകൃതി തന്റെ അനുഗ്രഹം വാരിക്കോരി ചൊരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ കിഴക്കിന്റെ വെനീസ് എന്നറിയപ്പെടുന്നു. ആംഗലേയ ഭാഷയിൽ ആലപ്പി എന്ന് വിളിക്കുന്നു. 5. കോട്ടയം. പുസ്തക പ്രസിദ്ധീകരണ മേഖലയിലുള്ള പാരമ്പര്യം കണക്കിലെടുത്ത് ഈ നഗരം അക്ഷരനഗരി എന്നറിയപ്പെടുന്നു. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച നഗരമാണ് കോട്ടയം. മലയാള മനോരമ, ദീപിക, മംഗളം മുതലായ പ്രധാന പത്രങ്ങൾ ആരംഭിച്ചതും അവയുടെ ആസ്ഥാനവും കോട്ടയം നഗരത്തിലാണ്. 6. ഇടുക്കി. ഇവിടെ 50%-ലധികം സംരക്ഷിത വനഭൂമിയാണ്. തീവണ്ടിപ്പാത ഇല്ലാത്ത കേരളത്തിലെ 2 ജില്ലകളിൽ ഒന്നാണ് ഇത്. രാജവാഴ്ചക്കാലത്ത് വേണാട് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു ഇടുക്കി. 7. എറണാകുളം. കൊച്ചിയുടെ നഗരവിഭജനത്തിൽ നിന്നാണ് ഈ പേര് സ്വീകരിച്ചത്. കേരളത്തിന്റെ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കൊച്ചി ഈ ജില്ലയിൽ ഉൾപ്പെടുന്നു. ജില്ലയിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ പ്രദേശം ഉൾപ്പെടുന്നു. ഏറ്റവും കൂടുതൽ വ്യവസായങ്ങൾ ഉള്ള ജില്ലയും എറണാകുളമാണ്. 8. തൃശൂർ. കേരളത്തിന്റെ സാംസ്കാരിക നഗരം എന്ന പേരിൽ വളരെ പ്രസിദ്ധമാണ് തൃശൂർ. പുരാതന കാലത്ത് തെൻ കൈലാസം എന്നാണ് തൃശൂർ അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തേതെന്ന് കരുതുന്ന മുസ്ലിം പള്ളിയായ ചേരമാൻ പള്ളി കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്നു. തൃശൂരിനെ പുനരുദ്ധരിച്ച് ഈ നിലയിലായി വളർത്തിയത് ശക്തൻ തമ്പുരാനാണ്. 9. പാലക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ ജില്ലയാണ് ഇത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ കവാടം പാലക്കാട് ജില്ലയിലെ വാളയാർ ചുരമാണ്. കേരളപ്പിറവിക്ക് മുമ്പ് ഈ ജില്ല മദ്രാശി പ്രസിഡൻസിയുടെ ഭാഗമായിരുന്നു. കേരളത്തിന്റെ ഏറ്റവും പുരാതനവും സമ്പന്നവുമായ സാംസ്കാരിക പൈതൃകം പാലക്കാടിനുണ്ട്. 10. മലപ്പുറം. മലകളുടെ നഗരം, കാൽപന്ത് കളിയുടെ തലസ്ഥാനം, ഫുട്ബോളിന്റെ മക്ക എന്നെല്ലാം മലപ്പുറത്തിന്റെ വിളിപ്പേരുകളാണ്. അനവധി ചെറു കുന്നുകളും പുഴകളും ഒഴുകുന്ന സ്ഥലമാണ് മലപ്പുറം. കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നായ കടലുണ്ടി പുഴ നഗരത്തിലൂടെ ഒഴുകുന്നു. ഇവിടുത്തെ സമ്പദ്ഘടനയിലെ പ്രധാന പങ്കും ഗൾഫാണ്. 11. കോഴിക്കോട്. മലബാറിന്റെ തലസ്ഥാനമാണ് കോഴിക്കോട് നഗരം. ഈ നഗരം കാലിക്കറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. കേരളത്തിലെയും ഇന്ത്യയിലെ തന്നെയും പുരാതന തുറമുഖ നഗരം കൂടിയാണ് ഇത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ നഗരം എന്നും വിളിപ്പേരുണ്ട്. 1957 ജനുവരി 1-നാണ് കോഴിക്കോട് ജില്ല നിലവിൽ വന്നത്. 12. വയനാട്. കേരളത്തിലെ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള ജില്ലയാണ് ഇത്. ലോകത്തിലെ മികച്ച താമസ സൗകര്യത്തിന് വയനാടിന് 9ാം റാങ്കാണ് ഉള്ളത്. ഒരുപാട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളും വനപ്രദേശങ്ങളും ഉൾപ്പെടുന്ന ഒരു നഗരമാണ് വയനാട്. 13. കണ്ണൂർ. തറികളുടെയും തിറകളുടെയും നാടാണ് ഇവിടെ. വലിപ്പത്തിന്റെ കാര്യത്തിൽ 5ാം സ്ഥാനത്താണ്. കേരളത്തിലെ 4ാമത്തെ വിമാനത്താവളം കണ്ണൂർ ജില്ലയിലാണ്. പണ്ടത്തെ വീരന്മാരുടെയും പോരാളികളുടെയും ഓർമ്മയായി ഇന്നും ആണ്ടുതോറും തെയ്യക്കോലങ്ങളായി കെട്ടിയാടുന്നു. ഇത് ഗ്രാമീണരുടെ പ്രത്യക്ഷ ദൈവങ്ങളാണ്. 14. കാസർഗോഡ്. കേരളത്തിന്റെ കിരീടമാണ് ഈ ജില്ല എന്ന് തന്നെ പറയാം. ബഹുഭാഷാ സംഗമഭൂമിയാണ് ഇവിടെ. സവിശേഷമായ ആചാരാനുഷ്ഠാനങ്ങൾ തുടങ്ങിയവയോടൊപ്പം ഭാഷകളുടെയും സംസ്കാരത്തിന്റെയും കൊടുക്കൽ വാങ്ങലുകൾക്ക് പെരുമ കൂടിയിട്ടുള്ള പ്രദേശമാണ് കാസർഗോഡ്. ചരിത്രത്തിലും പൈതൃകത്തിലും ഈ ജില്ല ഒരുപാട് മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.